ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എക്സാം സ്റ്റഡി ഹബ്. അപ്പോൾ വീണ്ടും കേരള PSC ഞെട്ടിച്ചുകൊണ്ട് നമുക്കൊരു പുതിയ അപ്ഡേഷൻ തന്നിട്ട് ഇരിക്കുകയാണ്. അതായത് കേരള PSCയുടെ എക്സാം കലണ്ടർ 2026 ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ടെൻറ്റേറ്റീവ് കലണ്ടറാണ്. അപ്പോൾ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഓരോ എക്സാംസും ഏത് മന്തിലാണ് വരിക അല്ലേ, അതിനനുസരിച്ച് വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ. ഇപ്പോൾ കുറേ ലൈൻമാനും ഇലക്ട്രീഷ്യനും അതുപോലെ ഇപ്പോൾ വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ, ലീഗൽ മെട്രോളജിയിലൊക്കെ ഉള്ള എക്സാംസുകൾ ഏത് മന്തിലാണ് ഒരു ഐഡിയ വേണ്ടത്. അപ്പോൾ ആ ഒരു ലെവൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് അതിനനുസരിച്ച് പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കിയേ, മോസ്റ്റ്ലി മിക്ക എക്സാംസുകളും, അതായത് നമ്മളുടെ ഇലക്ട്രീഷ്യൻ ആയിക്കോട്ടെ, ലൈൻമാൻ ആയിക്കോട്ടെ, അതുപോലെ ഓപ്പറേറ്ററൊക്കെ, അതായത് ഓഗസ്റ്റ്, ഒക്ടോബർ അങ്ങനെയുള്ള ആ ഒരു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, അതുപോലെ ഓഗസ്റ്റ്, ഒക്ടോബർ മന്തുകളിലാണ് കണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ മന്തിലാണ് ഏതൊക്കെ എക്സാംസ് ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ കിട്ടും ഈ ഒരു എക്സാം കലണ്ടറിലൂടെ. അപ്പോൾ നോക്കി, ഇപ്പോൾ ഏപ്രിൽ, ജൂണിലൊന്നും നമുക്ക് നമ്മുടെ ടെക്നിക്കൽ എക്സാംസ് അധികം വരുന്നില്ല. കോമൺ ആയിട്ട് വരുന്നത് നമ്മുടെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആ ഒരു മന്തിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം ഏതൊക്കെ എക്സാംസ് ആണ് എപ്പോഴൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. മെയ് എത്തിയില്ലേ, നമുക്ക് മെയ്, ജൂണിലൊന്നും വരുന്നില്ല. അതായത് കൂടുതലായിട്ടും വന്നിട്ടുള്ളത് ദ മന്ത് ഓഫ് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആ ഒരു മന്തിലാണ് നമുക്ക് കൂടുതലായും കാണുന്നത് ഓരോ എക്സാംസുകളും. അപ്പോൾ നോക്കിക്കോളൂ, ആദ്യത്തെ ഇത് തന്നെ വരുന്നത് ഇലക്ട്രീഷ്യൻ. കാണാൻ പറ്റുന്നില്ലേ ഇലക്ട്രീഷ്യൻ എപ്പോഴാണ് വരുന്നത്? ഇലക്ട്രീഷ്യൻ്റെ റിക്രൂട്ട്മെൻറ്റ്, അതായത് അനിമൽ ഹസ്ബൻഡറി ഇലക്ട്രീഷ്യൻ, കാറ്റഗറി നമ്പർ 634/2025 ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. അതായത് ജൂൺ, ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റിലാണ് ആ ഒരു എക്സാം കണ്ടക്ട് ചെയ്യാൻ അവർ തീരുമാനിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അടുത്തത് നോക്കിയേ, നമ്മളുടെ കേരള വാട്ടർ അതോറിറ്റി ഇലക്ട്രീഷ്യൻ്റെ എക്സാം, അതും ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. നമ്മൾക്കിപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് അല്ലേ. അപ്പോൾ അത് നോക്കിയാൽ അതും ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മന്തിലാണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ഏത് ഡേറ്റിലാണ്? ജൂൺ, ജൂലൈ, ഓഗസ്റ്റിലൊക്കെയാണ് ആ ഒരു എക്സാം നമ്മൾ നോട്ട് ചെയ്ത് പോകേണ്ടത്. ഇപ്പോൾ കിട്ടിയില്ലേ നമ്മളുടെ ഇലക്ട്രീഷ്യൻ്റെ എക്സാംസ് ഏത് മന്തിലാണ് എപ്പോഴാണ് വരുന്നത് എന്ന്. ഇനി വരുന്നത് അടുത്തത് ഇലക്ട്രിക്കൽ ലൈൻ ഹെൽപ്പർ, അതും ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. നോക്കിയേ, കണ്ടോ, ഇലക്ട്രിക്കൽ ലൈൻ ഹെൽപ്പർ, അതും ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ എഗെയിൻ എന്തിൽ തന്നെയാണ്? ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മന്തിലാണ്. ലൈൻമാൻ വരുന്നുണ്ട്. പബ്ലിക് വർക്ക്സിൽ അടുത്ത ഓപ്പർച്യൂണിറ്റിയാണ്, നമുക്ക് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടാൻ പോകുന്നത് ലൈൻമാൻ്റെ പബ്ലിക് വർക്ക്സിൽ വരുന്നതും. അപ്പോൾ ഇങ്ങനെയുള്ള എക്സാം, അതായത് നമ്മൾ ഒരു എക്സാമിന് ഇപ്പോൾ ഇലക്ട്രീഷ്യന് പഠിക്കുകയാണെങ്കിൽ സെയിം സിലബസ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്, ലൈൻമാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൂടി സഹായകമാകും അല്ലേ. അപ്പോൾ ചിലപ്പോൾ ഒന്നുമില്ലെങ്കിൽ എല്ലാ എക്സാംസും ഒരു എക്സാമായിട്ട് മാറ്റാനും ചാൻസ് ഉണ്ട്. അതായത് കാറ്റഗറി നമ്പർ വെച്ചിട്ട് ഒരു എക്സാമായിട്ട് കണ്ടക്ട് ചെയ്യും, അല്ലെങ്കിൽ എന്താണ്, ഇലക്ട്രീഷ്യനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസിനെയൊക്കെ ഒരുമിച്ച് നടത്താനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്താ, നന്നായി പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആ ഒരു മന്ത്, അത്രയും മന്ത് നമുക്ക് റിവിഷൻ ചെയ്യാനും പഠിക്കാനും ഉള്ളൊക്കെ ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. അടുത്ത എക്സാം നോക്കിയേ എപ്പോഴാണ് വരുന്നത് നോക്കാം. നമുക്ക് ഇനി വരാൻ പോകുന്നത് ഏതൊക്കെയാണ് നോക്കി, നമുക്ക് അറിയാവുന്ന ഇലക്ട്രീഷ്യനോ ലൈൻമാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, നമുക്ക് ഈസി ആയിട്ട് നോക്കാൻ പറ്റില്ലേ. അപ്പോൾ അടുത്തത് ജൂൺ, ജൂലൈ, സെപ്റ്റംബറിലൊന്നും അധികം എക്സാംസുകൾ കാണുന്നില്ല നമ്മളുടെ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ട് അല്ലേ. ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ളതൊന്നും കാണുന്നില്ല. പക്ഷേ ഇതിനകത്ത് ഹാർബർ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കലും അതുപോലെ വാട്ടർ അതോറിറ്റിയിലുള്ള ഡ്രാഫ്റ്റ്സ്മാൻ അങ്ങനെയുള്ള എക്സാംസുകളൊക്കെ ആ ഒരു ജൂലൈ, സെപ്റ്റംബർ മന്തുകളിൽ നടന്നു വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. പിന്നെ വരുന്നത് നമുക്ക് കൂടുതലായിട്ടും കാണുന്നത് ഓഗസ്റ്റ് ആ ഒരു മന്തിലാണ്. ഓഗസ്റ്റ്, ഒക്ടോബർ ആ ഒരു ടൈമിലുള്ളതാണ് കൂടുതലായിട്ടും നമ്മൾ ഇലക്ട്രീഷ്യൻ റിലേറ്റഡ് ആയിട്ട്, അതായത് ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസുകളൊക്കെ വരുന്നത്. കാറ്റഗറി നമ്പർ, അതായത് ഓഗസ്റ്റ്, ഒക്ടോബറിൽ വരുന്നത്
ഇൻസ്പെക്ടർ ഇൻ ലീഗൽ മെട്രോളജി നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത ലേറ്റസ്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് അല്ലേ. കാറ്റഗറി നമ്പർ 613 വരുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ മന്തിലാണ് നമ്മളുടെ ലീഗൽ മെട്രോളജിയുടെ എക്സാം കണ്ടക്ട് ചെയ്യാൻ അവർ പ്ലാൻ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് നോക്കിയേ, നെക്സ്റ്റ് നമുക്ക് വരുന്ന ഓരോന്നും നോക്കുക. കാരണം നമുക്ക് ഇതൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പറേഷൻ ഈസി ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റും. നോക്കിയേ അടുത്തത് നോക്കിയേ, കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ, അതും എപ്പോഴാണ് വരുന്നത്, ഓഗസ്റ്റ് ഒക്ടോബർ മന്ത് അല്ലേ. നോക്കിക്കോളൂ. ഓക്കെ, പിന്നെ അതിനകത്ത് തന്നെ ഓപ്പറേറ്റർ ബൈ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഫ്രം ഇൻ സർവീസ് നടത്തുന്നുണ്ട്. അതും എന്തിനകത്ത് തന്നെയാണ്, നമ്മുടെ ഓഗസ്റ്റ് ഒക്ടോബർ മന്തിൽ തന്നെയാണ് അവരത് കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു ഐഡിയ കിട്ടും അല്ലേ, ഏത് രീതിയിലാണ് എക്സാം കണ്ടക്ട് ചെയ്യാൻ അവർ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു ഐഡിയ ഒക്കെ നമുക്ക് ആ ഒരു ഇതിന്ന് കിട്ടുന്നതാണ്. അതുകൂടാതെ നമുക്ക് നോക്കാം അടുത്തത് ഏതെങ്കിലും ഉണ്ടോ നോക്കണ്ടേ, നമുക്ക് അടുത്ത എക്സാംസ് ഏതൊക്കെയാണ് വരുന്നത് നോക്കണ്ടേ. അടുത്ത ഇത് വരുന്നത് അതായത് സബ് എഞ്ചിനീയർ, അതായത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇലക്ട്രിക്കൽ വിങ് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഒരു സബ് എഞ്ചിനീയർ റിക്രൂട്ട്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു എക്സാമും ഓഗസ്റ്റ് ഒക്ടോബർ മന്തിലേക്ക് തന്നെയാണ്. നിങ്ങൾ നന്നായി പഠിച്ചു പോകേണ്ടതാണ്. നമുക്കറിയാം ഓരോ മന്തും നമ്മൾ എന്ത് ചെയ്യണം, അതിനുവേണ്ടി ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രിപ്പയർ ചെയ്യുക, അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ഒരു എക്സാം ഏത് മന്തിലാണ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയും മന്ത് ഉണ്ടല്ലോ, കൂടുതൽ ടൈം ഉണ്ടല്ലോ പഠിക്കാൻ എന്ന് പറഞ്ഞ് ഇരിക്കരുത്. എന്താണ്, ഓരോ ദിവസവും നമുക്ക് ഓരോ ടൈമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വിലപ്പെട്ടതാണ്. നന്നായി പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, റിവിഷൻ ചെയ്യുക, കണ്ടിന്യൂസ് ആയി റിവിഷൻ ചെയ്ത് തന്നെ പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അപ്ലൈ ചെയ്ത ഇലക്ട്രീഷ്യൻ ആയിക്കോട്ടെ, ലൈൻമാൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി ഇപ്പോൾ നടക്കാൻ പോകുന്നത്, നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് അല്ലേ, ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ആണ്. അതായത് ഓപ്പറേറ്റർ ആയിക്കോട്ടെ, അതെല്ലാം ഓഗസ്റ്റ് ഒക്ടോബർ മന്തുകളിലാണ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓഗസ്റ്റ് വരെ നിങ്ങൾക്ക് ടൈം ഉണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ദിവസവും നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 50 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 100 ക്വസ്റ്റ്യൻസ് എങ്കിലും വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.